കളിക്കാനുള്ള പണിയാണ് ഈ പുലിക്കളി മുഴുവൻ. മനുഷ്യൻ്റെ ശരീരത്തെ പെയിൻ്റ് അടിച്ച് പുലി കളിക്കുന്നില്ലല്ലോ. വാസ്തവത്തിൽ പുലിക്കളി എന്നല്ല പണ്ട് പറഞ്ഞിരുന്നത്, പുലികെട്ടിക്കളി എന്നായിരുന്നു. പുലി കെട്ടിക്കളി. മനുഷ്യൻ പുലിയുടെ വേഷം കെട്ടിക്കളിക്കുകയാണ്. ഈ കെട്ടലെന്താന്ന് പണ്ട് ചോദിക്കുക. ആരാ രാവണൻ കെട്ടണേ, ആരാ ശ്രീരാമൻ കെട്ടണേ, ആരാ നളം കെട്ടണേ, ആരാ ദമയന്തി കെട്ടണേ, ആരാ പുഷ്കരൻ കെട്ടണേ, അങ്ങനെ അതിൽ കെട്ടൽ, അത് വേഷം കെട്ടലാണ്. അപ്പോൾ പുലി കെട്ടിക്കളി, വളരെ കെട്ടി അങ്ങോട്ട് പോയിട്ട് നിന്നായി പുലിക്കളി. പുലി കളിക്കുന്നത് ഇപ്പോൾ നമ്മൾ വയനാട്ടിൽ പുലി ഇറങ്ങി അല്ലെങ്കിൽ ഇവിടെ പുലി ഇറങ്ങി എന്ന് പറയേണ്ട, അത് ശരിക്കും പുലി, അത് ആ കളി കളിച്ചാൽ കുഴപ്പമുണ്ടാവും. ഇത് പുലി കെട്ടിക്കളിയാണ്. വ്യാഘ്രലീല, വ്യാഘ്രത്തിൻ്റെ വേഷം കെട്ടി മനുഷ്യർ കളിക്കുന്നതാണ്. അപ്പോൾ ആ പുലിക്കളിയുടെ താളം അത് വാസ്തവത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ മെയ്യമ്മ എഴുതിയിട്ടാണ്. മനുഷ്യൻ്റെ മെയ്യമ്മ അവൻ്റെ ശരീരത്തിലുള്ള രോമം മുഴുവൻ വടിച്ച് കളഞ്ഞ് പെയിൻ്റ് അടിച്ച് അവൻ്റെ നെഞ്ചത്തും ഈ മനുഷ്യ ശരീരത്തെ ഒരു എന്താ പറയുക, ഒരു കെട്ടിടമായിട്ട് സങ്കല്പിച്ചാൽ അതിൻ്റെ നടുമിറ്റമാണ് ഈ നെഞ്ചും വയറിടങ്ങുന്ന ഭാഗം. അവിടെയാണ് പുലിയുടെ മുഖം വരയ്ക്കുക, മോന്ത വരയ്ക്കുക. പുലി മോന്ത വരയ്ക്കുമ്പോൾ ഈ പുലിയുടെ കണ്ണ് ഏതാണ്ട് ഈ മുലക്കണ്ണൻ്റെ അവിടെ വരിക, ഇവിടെ പുലിയുടെ മുഖം വരച്ച. അപ്പോൾ പുരുഷൻ്റെ മുലക്കണ്ണ് പുലിക്കണ്ണായി മാറുന്ന ഒരു പ്രക്രിയ കൂടിയാണ്. അങ്ങനെയാണ് അവൻ്റെ. എന്നിട്ട് ഈ വയറുള്ള കലാകാരന്മാർക്ക് ഡിമാൻഡുള്ള ഒരൊറ്റ പെർഫോമൻസ് ആണ് എന്ത്. അതെ, ബാക്കി എല്ലായിടത്തും വയറെന്ന് പറയുന്ന ഒരു കുറവാണ്. നടന്മാരെ എക്സസൈസ് ചെയ്ത് വയറ് കളയും. ഇതിപ്പോൾ വയറുള്ളവർക്ക് ഡിമാൻഡ്. കാരണം വയറുമ്പിലാണ് പുലിമുഖം വരയ്ക്കുക. എന്നിട്ട് വയറിങ്ങനെ പ്രത്യേക രീതിയിൽ ചലിപ്പിക്കുമ്പോൾ പുലി ഇങ്ങനെ വന്ന് കാണിക്കുന്ന ഒരു പ്രതീതി ഉണ്ടാവും. ഇത് സാധാരണ സാമ്പ്രദായിക സൗന്ദര്യ സങ്കല്പങ്ങളെ, നായക സങ്കല്പങ്ങളൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു എന്താ പറയുക, മെയ്യുടെ സർഗാത്മക വിനിയോഗമാണ്. അതും പുലിക്കളിയുടെ ജനപ്രീതിക്ക് ഒരു കാരണമാണ്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു തുടങ്ങിയ ഒരു കഥയുണ്ട്. അതായത് പുലിക്കളി ഈ തൃശ്ശൂരിന്റെ ഭാഗമായി മാറി, പുലിക്കളി ഓണത്തിന്റെ ഭാഗമായി മാറി. അതിന് ഒരു 3-4 കഥകളുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷവും പറഞ്ഞതാണ്. എന്നാലും ആദ്യത്തെ ഇത് എന്താണ്, നാനാ വിഭാഗക്കാരുടെ ഒരു കലയാണ് എന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത്. കാരണം മുസ്ലിങ്ങളിലൂടെയാണ് ഈ കല ഇവിടെ എത്തിയത് എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഇവിടുത്തെ എന്താണ് ടിപ്പുവിന്റെ ഇതിലൂടെ. അപ്പൊ ആദ്യത്തെ കഥ മുതൽ അങ്ങ് തുടങ്ങാം. എങ്ങനെയാണ് ശരിക്കും പുലിക്കളി തൃശ്ശൂർ എത്തിയത്? കേൾക്കണം, എങ്ങനെയാണ് പുലിക്കളി തൃശ്ശൂരെത്തിയത്? പുലിക്കളി തൃശ്ശൂരിലെത്തിയതിനെ പറ്റി പുഴുത്തെഴുത്ത് രാമമേനോൻ അദ്ദേഹത്തിൻ്റെ തൃശ്ശൂർ എന്ന പുസ്തകത്തിൽ പുലിക്കളി കൊണ്ടൊരു ലേഖനമുണ്ട്. അതിൽ പറയുന്നുണ്ട്. പിന്നെ വളരെ വർഷം 2008 സെപ്റ്റംബർ 14 ഞായറാഴ്ച ഇറങ്ങിയ ജനയുഗം പത്രത്തിൻ്റെ വാരാന്തത്തിൽ KR രേണുക എഴുതിയ നഗരം കീഴടക്കുന്ന നരികൾ എന്ന ലേഖനത്തിലും എങ്ങനെയാണ് പുലിക്കളി തൃശ്ശൂർ വന്നതെന്ന് പറയുന്നു. അതിലാദ്യം രേണുകയുടെ ലേഖനത്തിൽ നമുക്ക് തുടങ്ങാം. രേണുക പറയുന്നത്, അവർ ചരിത്ര വസ്തുക്കളെ ആസ്പദമാക്കി തന്നെയാണ് അത് പറയുന്നത്. അവർ പറയുന്നത് പുലിക്കളി എന്ന് പറയുന്നത് ഇസ്ലാം മതം പ്രചരിപ്പിക്കുന്നതിൽ നബി തിരുമേനിയുടെ സഹായിയായിരുന്ന അലിയുടെ 2 മക്കള് ഹസൈനും ഹുസൈനും വീരചരമ യുദ്ധത്തിൽ വീരചരമം പ്രാപിച്ചതിൻ്റെ സ്മരണയ്ക്ക് വടക്കേ ഇന്ത്യയിലെ പട്ടാണികൾ പഞ്ചയെടുക്കൽ എന്നൊരു ഉത്സവം നടത്തിയിരുന്നു. ഈ പഞ്ചയെടുക്കൽ എന്ന ഉത്സവത്തിൽ 10ാം ദിവസം, അതൊരു പ്രൊസഷൻ ഉണ്ട് 10ാം ദിവസം, അതിലാണ് ഈ പുലിക്കളി അരങ്ങേറിയിരുന്നത്. ഈ പട്ടാണികൾ കച്ചവടാവശ്യത്തിനും മറ്റു കാര്യങ്ങൾക്കായി തൃശ്ശൂർ വരികയും അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ കൂടെ ഈ പുലിക്കളി, അവരുടെ ആഘോഷമാണല്ലോ പുലിക്കളി, മൊഹറത്തിന് ആഘോഷിച്ചിരുന്നതാണ്. പുലിക്കളിയും തൃശ്ശൂർ വന്നു. തൃശ്ശൂർ ഇന്നത്തെ പോസ്റ്റ് ഓഫീസ് റോഡിൽ ഡയമണ്ട് ലോഡ്ജ് എന്നൊരു ലോഡ്ജ് ഉണ്ടായിരുന്നു. അതിൻ്റെ മുമ്പിലാണ് ഈ പുലിക്കളി നടത്തിയിരുന്നത്. അപ്പോൾ ഒരു ഘട്ടത്തിൽ ഈ പുലിക്കളി അവരുടെ ഇടയിൽ തന്നെ ഇത് അനിസ്ലാമികമാണ് എന്ന് പറഞ്ഞ് 2 കൂട്ടക്കാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും ചില കശപിശയിലേക്ക് നയിക്കുമെന്ന് കണ്ടപ്പോൾ അന്നത്തെ തൃശ്ശൂർ പോലീസ് ഇൻസ്പെക്ടറായിരുന്ന പാപ്പാളി ആ കൊല്ലം ഈ പുലിക്കളി നിരോധിച്ചു. പക്ഷെ പിറ്റേ കൊല്ലം ചെട്ടിയങ്ങാടിയിലെ ചെട്ടികൾ എന്ന് പറഞ്ഞാൽ ചെട്ടികൾ താമസിക്കുന്ന സ്ഥലമാണ്, ചെട്ടികൾ ഈ പുലിക്കളി ഏറ്റെടുത്തു. അങ്ങനെ 2 ടീമുണ്ടായി പിറ്റേ കൊല്ലം. ഒരു കൊല്ലം മുടങ്ങി, പോലീസ് ഇൻസ്പെക്ടർ നിരോധിച്ചു. പിറ്റേ കൊല്ലം ചെട്ടിയങ്ങാടിയിൽ നിന്നും പടിഞ്ഞാറ് നടക്കാവിൽ നിന്ന് 2 ടീമുകൾ വന്ന് മത്സരാടിസ്ഥാനത്തിൽ പുലിക്കളി തുടങ്ങുകയും ആ പുലിക്കളിക്ക് വിജയികൾക്ക് ട്രോഫി ഏർപ്പെടുത്തിയത് ചിറക്കേക്കാരൻ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ഫാമിലിയാണ്. ഇസ്ലാം ഒറിജിനാണ്. അത് ചെട്ടികളെ ഹിന്ദുക്കൾ ഏറ്റെടുത്തു. അത് മത്സരത്തിന് ക്രിസ്ത്യാനി ട്രോഫി ഏർപ്പെടുത്തി. അങ്ങനെ ജാതിമത വർഗങ്ങളുടെ എല്ലാം അതിർവരമ്പ് ലംഘിച്ചുകൊണ്ട് ഇപ്പോൾ
പുലിക്കളി പല ഘട്ടങ്ങൾ വികാസത്തിൻ്റെ, സൗന്ദര്യപരമായ വികാസത്തിൻ്റെ, മെറ്റമോർഫോസിസിൻ്റെ പല ഘട്ടങ്ങളിലൂടെ കടന്നു വന്ന് ഇപ്പോൾ വളരെ ക്ലീനായിട്ട് അച്ചടക്കം, അതുപോലെ തന്നെ വളരെ തൃശ്ശൂരിൻ്റെ ഓണാഘോഷം തൃശ്ശൂർ പറഞ്ഞ പുലിക്കളിയാണ്. അവിഭാജ്യ ഘടകമായി തൃശ്ശൂർക്കാരെ ഈ പുലിക്കളിയെ അസിമിലേറ്റ് ചെയ്തു, സ്വാംശീകരിച്ചു. ഇത് ഒരു പുത്തഴുത്ത് രാമമേനോൻ അദ്ദേഹത്തിൻ്റെ തൃശ്ശൂർ എന്ന ലേഖനത്തെ പറയുന്നത് ഇപ്പോഴത്തെ തൃശ്ശൂരെ ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡ്, അവിടെ ഒരു ഇരട്ടച്ചിറ ശിവക്ഷേത്രമുണ്ട്. അത് ഇരട്ടച്ചിറ മൈതാനമായിരുന്നു പണ്ട്. അവിടെ ബ്രിട്ടീഷുകാർ ഒരു നാടൻ പട്ടാള ക്യാമ്പ് സംഘടിപ്പിച്ചു. ഈ പട്ടാള ക്യാമ്പിലധികവും മുസ്ലിങ്ങളായിരുന്നു, മറ്റു ജാതിക്കാരുണ്ട്, അധികം അവരായിരുന്നു. അവരവിടെ വരാനുള്ള കാരണം പറയുന്നത് ടിപ്പു സുൽത്താനും ശക്തൻ തമ്പുരാനും തമ്മിൽ നല്ല എഗ്രിമെൻ്റ് ഇതായിരുന്നു അത്ര. അന്തർധാര, അതെ, അവർക്കിടയിൽ അന്തർധാര സജീവമായിരുന്നു. അപ്പോൾ ഈ അന്തർധാര സജീവമായിപ്പോൾ ശക്തൻ തമ്പുരാൻ്റെ സൈന്യങ്ങൾക്ക് പീരങ്കി ഉപയോഗിക്കുന്നതിൽ അത്ര വൈദഗ്ധ്യമില്ല. ടിപ്പുവിന് പീരങ്കിയുണ്ട്. ടിപ്പു മൈസൂർ കടുവ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. മൈസൂർ കടുവ, അതാണ് ഈ കടുവ കളി വരാൻ കാരണം. ടിപ്പുവിനെ സന്തോഷിപ്പിക്കാൻ കൂടി കടുവയുടെ വേഷം കെട്ടി കളിക്കുക. മൈസൂർ കടുവയാണല്ലോ. അപ്പോൾ ടിപ്പുവിൻ്റെ പട്ടാളത്തിൽ നിന്ന് ചില മുസ്ലിംസ് ഈ പീരങ്കി ഉപയോഗിക്കാൻ ഇവിടുത്തെ പട്ടാളക്കാരെ പരിശീലിപ്പിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ പട്ടാള ക്യാമ്പിൽ മുസ്ലിംസ് ഉണ്ട്. അവർ ഈ മൊഹറം എന്ന് പറഞ്ഞാൽ അവർക്ക് ഓണാണ്. കാരണം അവരവിടെ പുലിക്കളി, അവരുടെ കളിയാണത്, സംഘടിപ്പിച്ചിരുന്നു. ആ പുലിക്കളിക്ക് അവർക്ക് നേതൃത്വം കൊടുത്തിരുന്നത് തൃശ്ശൂർ പണ്ട് ഒരു തല്ലുകാരൻ, ഗുണ്ടാപ്പിളത ഭാഷ, ഒരു തല്ലുകാരൻ വെളുത്തേടൻ ശങ്കരൻ ഉണ്ടായിരുന്നു. വെളുത്തിടം ശങ്കരനാണ് നല്ല അഭ്യാസിയാണ്. വെളുത്തിടം ശങ്കരൻ റോട്ടി കൂടെ നടന്നു പോകണാണ് ആളുകൾ ഇങ്ങനെ നിൽക്കുന്നത്. 6 അടി ഉയരം, നല്ല കുളപ്പുറത്ത് പോകുന്ന നല്ല ത്രിശാലമുട്ടൻ ആയിട്ടൊരു ആളാണ്. അദ്ദേഹത്തിൻ്റെ വീട് പൂത്തോളായിരുന്നു, ഇപ്പം അതില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത് അദ്ദേഹമാണ് ഈ നമുക്കറിയാം തൃശ്ശൂരിൻ്റെ ദിനമാണ്. നമ്മളെല്ലാവരും ആസ്വദിച്ച് നാലോണ നാളിൽ ആഘോഷിക്കുന്ന പുലിക്കളി വളരെ ഭംഗിയായി തന്നെ നമുക്ക് സമാപനം വരെ ഉണ്ടാകണം. ഇതിൽ സംബന്ധിക്കുന്ന ബഹുമാനരായ നമ്മളെല്ലാം പൊതുജനങ്ങൾക്ക് വേണ്ടി എല്ലാവരെയും ഈ പറയുന്ന ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളെല്ലാവരും അവസാനം വരെ ഉണ്ടാകണം. പ്രവർത്തിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ബഹുമാനരായ നമ്മുടെ റവന്യൂ മന്ത്രി കെ രാജൻ ക്ഷണിച്ചു. പ്രിയപ്പെട്ട മേയർ ശ്രീ എം കെ വർഗീസ്, ബഹുമാനാധ്യയായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രിയപ്പെട്ട ടീച്ചർ, സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി പ്രിയപ്പെട്ട GR, നമ്മുടെ പ്രിയപ്പെട്ട MLA ശ്രീ പി ബാലചന്ദ്രൻ,